വായ്പ എഴുതി തള്ളാത്തതിൽ പ്രതിഷേധിച്ച് വയനാട് കലക്ടറേറ്റിലേക്ക് മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ മാർച്ച്. ഭവന പദ്ധതിയിൽപ്പെടാത്ത കുടുംബങ്ങളുടെ വായ്പയും എഴുതി തള്ളിയില്ല. മാനദണ്ഡത്തിന്റെ പേര് പറഞ്ഞ് ചിലരെ മാത്രം ഒഴിവാക്കി എന്നതാണ് ആരോപണം. കാളിദാസൻ ദേവദത്തം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. കാളിദാസൻ, ഇവിടെ ഇപ്പോൾ നേരത്തെ ഈ മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരെ ഒന്നാകെ കൊണ്ടുവരാനും ഒക്കെയാണ് ഈ ടൗൺഷിപ്പൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ പ്രതിഷേധം ഇപ്പോഴും അവിടെ അവസാനിക്കുന്നില്ല. കാരണം അവരുടെ വായ്പ എഴുതി തള്ളുന്നില്ല എന്നതാണ് ഇവരുടെ മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതിൽ ഭവന പദ്ധതിയിൽ പെടാത്ത കുടുംബങ്ങളുടെ വായ്പ എഴുതി തള്ളിയിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. ഇത് നേരത്തെ അവർ നിരന്തരമായി ഉന്നയിച്ചിരുന്നൊരു ആവശ്യമാണ്. മാത്രമല്ല, മാനദണ്ഡം പറഞ്ഞ് ചിലരെ ഉൾപ്പെടുത്തുകയും ചിലരെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അങ്ങനെ പക്ഷപാതപരമായാണ് ഈ കാര്യങ്ങളിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണല്ലോ അവരുടെ ആക്ഷേപം. സമരം ശക്തമാണോ? എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, സമരം ശക്തമാണ് എന്ന് തന്നെ പറയാം. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നേരിട്ടുമല്ലാതെയും നിരവധി പേരെയാണ്, നിരവധി കുടുംബങ്ങളെയാണ് ബാധിച്ചത്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പുനരധിവാസ പട്ടിക തന്നെ സർക്കാർ മുൻപ് ഈ ദുരന്തത്തിന് പിന്നാലെ തയ്യാറാക്കിയിരുന്നു. എന്നാൽ പിന്നീട് പല സാങ്കേതികത്വം പറഞ്ഞ് ഈ പട്ടികയിൽ നിന്ന് നിരവധി പേർ ഒഴിവാക്കപ്പെട്ടു. അതോടൊപ്പം വായ്പ എഴുതി തള്ളുന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ പലരുടെയും വായ്പ എഴുതി തള്ളിയിട്ടില്ല എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടവരെ വീണ്ടും വേണ്ട രീതിയിൽ സർക്കാർ പരിഗണിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വയനാട് കളക്ടറേറ്റിലേക്ക് ഈ ചൂരൽമല നിവാസികൾ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. 10, 11, 12 വാർഡുകൾ, അതായത് പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല ഈ വാർഡുകളിലെയൊക്കെ തന്നെ നിരവധി ആളുകൾ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം പടവെട്ടിക്കുന്ന് മുതൽ മുണ്ടക്കൈ വരെയുള്ള നിരവധി പേരെ വേണ്ട രീതിയിൽ ഇത്തരത്തിലുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. റാട്ടപ്പാടി അത്തരത്തിലുള്ള അങ്ങനെ സ്ഥലങ്ങളുണ്ട്. നിരവധി പേരെ ഒഴിവാക്കപ്പെട്ടു പട്ടികയിൽ നിന്നെന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ചേട്ടാ, എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്താണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അട്ടമല താമസിക്കുന്നതാണ്. ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല. ഇതുവരെ ഞങ്ങൾക്ക് വാടക കിട്ടുന്നുണ്ട്, ദിനപത്ത കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് തല ചായ്ക്കാനൊരു ഇടമാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. സാങ്കേതികത്വം പറഞ്ഞ് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അതെ. എന്താണ് അവർ പറയുന്ന സാങ്കേതികത്വം? എന്താണ് സാങ്കേതികത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അട്ടമല സുരക്ഷിതമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സുരക്ഷിതം എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല. ഒന്നാമത് വന്യമൃഗങ്ങളെ ശല്യം, അതും പിന്നെ ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലോ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ വരെ വരാൻ പറ്റാത്തൊരു ചുറ്റുപാടാണ് അട്ടമല എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങൾക്ക് വേറെ ഒന്നുമല്ല, ഞങ്ങളൊരു തല ചായ്ക്കാൻ ഒരു ഇടമാണ് ഞങ്ങൾ ആവശ്യം. അത് തന്നെയാണ്, തല ചായ്ക്കാൻ ഒരു ഇടം ആവശ്യമാണെന്നുള്ളതാണ്. ചേച്ചി, എന്താണ് പല കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്? ഞങ്ങൾ മുണ്ടക്കൈയിലുള്ള ആളുകളാണ്, ഞങ്ങൾ അവിടെ പെറ്റു വളർന്ന ആളുകളാണ്. ഞങ്ങൾ അതേ മാനദണ്ഡ പ്രകാരം ഉള്ള ആളുകൾക്കാണ് ഈ വീട് കൊടുത്തത്, ഈ ലീസ്റ്റ് പ്രകാരം വീട് കൊടുത്തത്. ഇതുവരെ ഞാൻ ഇതൊക്കെ ഒരു 5 സെന്റ് ഭൂമി മാത്രമുള്ള ആളുകളാണ്. ഈ ആളുകൾ 5 സെന്റ് ഭൂമി മാത്രമുള്ള ആളുകളാണ്. അവർക്ക് ഭൂമി കൊടുത്തു. എനിക്ക് ആ 7 സെന്റ് സ്ഥലം പുഞ്ചിരിമട്ടത്ത് പൂർണ്ണമായി വിളിച്ചു പോയാൽ എൻ്റെ കുടുംബത്തിൽ ആ 7 പേര് നഷ്ടപ്പെട്ടതാണ്. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അത് ഞാൻ കൊടുക്കാനുള്ള സ്ഥലമല്ല, പറഞ്ഞു മനസ്സിലാണ്ടോ? അതേമാതിരി തന്നെ ഞങ്ങൾ ഈ സർക്കാരിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. അവിടെയുള്ള കുറച്ച് ആളുകൾ ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആ തിരക്കഥ മാറ്റി എഴുതിക്കൊണ്ട് ഞങ്ങളെ ഈ ബാക്കിയുള്ള ആളുകളെയും കൂടി പുനരുദ്ധരിക്കുകയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട്. അവിടെയുള്ള രാഷ്ട്രീയ ഇടപെടൽ നമുക്ക് നേരായ ഒരു പ്രതിപക്ഷം ഇല്ലാത്തതാണ് വലിയൊരു പാൾട്ട് നമുക്ക് വന്നിട്ടുള്ളത്. പ്രതിപക്ഷമാണ് പറയേണ്ടത്. പ്രതിപക്ഷമാണ് ഇതിന് നിയമസഭയിൽ തീർപ്പാക്കേണ്ടത്. അങ്ങനെയുണ്ട്. ഇവിടെ മകൻ നഷ്ടപ്പെട്ടതാണോ ഈ ഉരുൾപൊട്ടലില്? വാപ്പ, ഉമ്മ, ആങ്ങള, അനിയത്തി, മക്കള് എല്ലാവരും 11 പേര് മരിച്ചതാ. കുടുംബത്തിൽ ആരുണ്ട് ഇപ്പൊ? ബാക്കി ഞാനും എൻ്റെ ഹസ്ബൻഡും 3 മക്കളും ഉണ്ട്. പിന്നെ ഫസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പറഞ്ഞ് കല്ലിന്റെ അപ്പുറം അകത്താണെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പുറത്താക്കിയ. പക്ഷെ 1 മീറ്റർ കുറവേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഒഴിവാക്കിയത്. ആണെങ്കിൽ പിന്നെ ശിവാനന്ദൻ എന്ന് പറയും, ഞങ്ങൾ കുറച്ചപ്പുറം 50 കിലോമീറ്റർ ദൂരമാണുള്ളത്. 50 മീറ്റർ. ആ 50 മീറ്ററിന് അയാൾക്ക് വീട് കൊടുത്തിക്കണം. പക്ഷെ അവർക്ക് വീടുണ്ട്, നമുക്ക് സ്വന്തം വീടില്ല. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സാങ്കേതികത്വം പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. 50 മീറ്ററിൽ അപ്പുറത്തുള്ള ആൾക്ക് വരെ വീട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ 1 മീറ്റർ അകലത്തുള്ള ആളുകൾക്ക് വീട് കിട്ടിയിട്ടില്ല. അതേസമയം 50 മീറ്ററിന് അപ്പുറത്തുള്ള ആളുകൾക്ക് വീട് കിട്ടി എന്നുള്ളതൊക്കെയാണ്. ഞങ്ങൾ പുഞ്ചിരിമട്ടാണ്. രാമസ്വാമി എന്നാണ് പേര്, എൻ്റെ അച്ഛൻ്റെ പേര്. എൻ്റെ അച്ഛൻ്റെ 4 മക്കളാണ്. ആ 4 മക്കൾ 3 പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത്. അതിലൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ആൺകുട്ടി അച്ഛൻ ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട്. അപ്പോൾ ഈ ലിസ്റ്റിലൊന്നും ഞങ്ങൾക്ക് പേര് വന്നിട്ടില്ല. ഇതേ മാനദണ്ഡ പ്രകാരത്തിൽ
ഈ കാറ്റഗറിയിൽ ഈ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത് അവർക്ക് വീട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേരിൻ്റെ നീതി ഞങ്ങൾക്ക് കിട്ടിയേ തീരും. ഞങ്ങൾക്ക് ഈ ടൗൺഷിപ്പിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 2019 ഉരുൾപ്പെട്ടിട്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയതാണ്. അതിൽ ഉൾപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും വാടകയും എല്ലാതും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. പല രീതിയിൽ അവഗണിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ടൗൺഷിപ്പ് അടക്കം യാഥാർത്ഥ്യമായി എന്ന് സർക്കാർ പറയുന്ന ആ നിമിഷം പോലും നിരവധി പേർ ആ പട്ടികയിൽ ഉൾപ്പെടാതെ അവർക്ക് സ്വന്തമായി വീടുകൾ ലഭിക്കാതെ തന്നെ നിരവധി പേരുണ്ട്. ചേച്ചി, എല്ലാവർക്കും എന്താണ് ഇപ്പോൾ വായ്പ ലോണാണ്. ഞങ്ങൾ ഇന്ന് ലോണിന് വേണ്ടി മാത്രം തെരഞ്ഞെടുത്തൊരു ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങൾ സർക്കാരിനെ ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷെ സർക്കാർ ഇങ്ങനെ അവിടെയുള്ള നാട്ടുകാരെ ചതിക്കുന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഈ സർക്കാരാണ് പറഞ്ഞത് ഞങ്ങളുടെ ലോണുകൾ മൊത്തം ഏറ്റെടുക്കും, ചൂരൽമല പ്രദേശത്തെ മുഴുവൻ ആളുകളെ ഏറ്റെടുക്കുന്ന ഈ സർക്കാരാണ് പറഞ്ഞത് 3 വാർഡിന്. പക്ഷെ ഈ സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തറിയോ, എണ്ണസംഖ്യയാക്കി ഈ ആളുകളിലെ 410 ആളുകളാക്കിയിട്ട് ഇവർ ചുരുക്കിയിട്ട് അവർക്ക് മാത്രം ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ദുരന്തം ഞങ്ങൾ ആ പ്രദേശത്തുള്ളവരും കൂടി ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തൊഴിലില്ല. അന്ന് മുതൽ ഞങ്ങൾ തൊഴിലില്ലാതിരിക്കുക. ഇവിടെ വന്ന മൈക്രോ പ്ലാൻ വരെ ഈ ജില്ലാ ഭരണകൂടം അട്ടിമറിച്ചു. ആ ഒരു മൈക്രോ പ്ലാൻ വരെ ഞങ്ങളുടെ സാധാരണക്കാരായ ഇടയിൽ ഒരു ഉപജീവനത്തിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങൾക്ക് തൊഴിലില്ല. ഞങ്ങളെ കുറിച്ചിട്ട് എന്താ ഇവരൊന്നും ചിന്തിക്കാത്തത്? മനസാക്ഷി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് എന്തും ചെയ്തു കൊടുക്കേണ്ടതെന്നായിരുന്നു മുൻപ് സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ ആ രീതിയിലാണോ കാര്യങ്ങൾ? അല്ല, ആ കാര്യമല്ല. സർക്കാർ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. സർക്കാർ ഈ 410 പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അവരെടുത്തോട്ട് എടുക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പൂർണ്ണമായിട്ടും വാഷ് ഔട്ട് ആയതാ. ഇതിൽ നേരിട്ട് വാഷ് ഔട്ട് ആവാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് പ്രദേശവാസികളുണ്ട് അവിടെ. 300 കുടുംബം ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളൂ. 1000 ചില്ലറ കുട്ടികളടക്കം 1000 ചില്ലറ ആളുകളെ അവിടെ ഉള്ളൂ. അതുതന്നെയാണ് അത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധി. ഏതായാലും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ വായ്പ എഴുതി തള്ളാത്തതിന്റെ ഭാഗമായി വയനാട് കലക്ടറേറ്റിലേക്ക് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ നടത്തുന്നത്. ഭവന പദ്ധതിയിൽപ്പെടാത്ത കുടുംബങ്ങളുടെ വായ്പയും എഴുതി തള്ളിയിട്ടില്ല. മാനദണ്ഡത്തിന്റെ പേര് പറഞ്ഞ് ചിലരെ മാത്രം ഒഴിവാക്കി എന്നതാണ് ഇവരുടെ ആരോപണം. 2019 ഇതുപോലെ വീട് നഷ്ടപ്പെട്ടവർക്ക് പോലും കൃത്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കുകയോ ടൗൺഷിപ്പിന്റെ ഭാഗമായി വീട് ലഭിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സർക്കാർ നിരന്തരമായി ഞങ്ങളെ മാത്രം അവഗണിക്കുന്നു എന്ന ആരോപണവും ആക്ഷേപവും പരിഭവവും ഉയർത്തിക്കൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം നടക്കുന്നത്. കാളിദാസൻ ദേവദത്തമാണ് വയനാട്ടിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.